വെൽഫെയർ പാർട്ടി നടത്തിയ ഭൂസമരവും അങ്ങനെ തന്നെയായിരുന്നു സർക്കാർ നേരിട്ട്. നമുക്കറിയാം, ഞാനടക്കമുള്ളവർ ജയിലിൽ കിടക്കേണ്ടി വന്നതും ചേരിയമല സമരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് നടന്നത്. കാരണം നമ്മുടെ ജില്ലാ പ്രസിഡന്റിന്റെ തല പൊട്ടിക്കുന്ന രംഗം നമ്മുടെ മനസ്സിലുണ്ട്. അന്നത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരിയ നിരത്തിട്ട് ചവിട്ടിക്ക് അദ്ദേഹത്തിന് കാലൊടിഞ്ഞു പോകുന്നുണ്ട്. സ്ത്രീകളെ വേണ്ടത്ര പോലീസുകാരില്ല. സ്ത്രീകളെ മുടി പിടിച്ച് വലിച്ചേക്കുന്ന രംഗം. അങ്ങനെ തന്നെയാണ് ചേരിയമലയിലും അവർ സ്വീകരിച്ചൊരു സമീപനം എന്ന് പറയുന്നത്. ചേരിയമല സമരത്തിൻ്റെ ഒരു അടിസ്ഥാനം എങ്ങനെയായിരുന്നത്? ചേരിയമല സമരം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000 ഏക്കർ ഭൂമി കുമാരഗിരി ഗ്രൂപ്പ് ഓഫ് എസ്റ്റേറ്റിന്റെ കയ്യിൽ ആ ഭൂമിയുണ്ട്. ശരിക്കും സർക്കാർ ഭൂമി അത് 1966 ഈ കുമാരൻ എന്ന് പറയുന്ന ആള് അവിടെ ആനക്കയത്ത് ഒരു പാലം പണിയാൻ വന്ന ആളാണ്. പിന്നീട് അദ്ദേഹം അത് 1970 ഇത് മരം വെട്ടാൻ എടുക്കുന്നുണ്ട് ഈ സ്ഥലം. എന്നിട്ട് ആ ഭൂമി പിന്നീട് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആധാരം മാറ്റുന്നതാണ്. അങ്ങനെ അദ്ദേഹം ആ ആധാരം കൈവശം വെച്ച ആധാരമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അങ്ങനെ 1971 മങ്കട അത് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് ചാലക്കുടിയിലാണ്, അവരുടെ നാട്ടിലാണ്. പിന്നെ 71 ഇവിടെ മങ്കടയിൽ വന്ന് ഇത് നികുതി അടച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ളൊരു ഭൂമിയാണ്. അങ്ങനെ 2000 ഏക്കർ ഭൂമിയുണ്ട്. അവർ നികുതി അടക്കുന്ന 1066 ഏക്കർ മാത്രമാണുള്ളത്. അവിടെ വനഭൂമിയായിട്ട് 297 ഏക്കർ ഭൂമിയുണ്ട്. മിച്ചഭൂമിയായി 10 ഏക്കർ ഭൂമിയുണ്ട്. ഇതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണം. ഒന്ന് മിനിമമായ ആവശ്യമാണല്ലോ നമ്മൾ ഉയർത്തിയത്. ഇത് ഭൂരഹിതർക്ക് നൽകണം. അളന്ന് തിട്ടപ്പെടുത്തുക എന്ന് പോലും സർക്കാരിന് നിർവഹിച്ചു തരാൻ കഴിയാത്തതാണ്. ഒരു ഭൂമിയുണ്ട്, അത് സർക്കാരിന് ഇനി ഇവിടുത്തെ ഭൂരഹിതർക്ക് നൽകേണ്ട. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ നിരവധി വികസന ആവശ്യങ്ങളുണ്ട്. അത് നിർവഹിക്കാനെങ്കിലും സർക്കാരിന് അത് ഏറ്റെടുക്കാം.